ഞാൻ ഒരു 9 ഇയേഴ്സ് അപ്പോൾ IT ഫീൽഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് IT ഫീൽഡിൽ തന്നെ വന്നെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ടെക്കോളസ് കൊച്ചിനെ കോൺടാക്ട് ചെയ്തത്. എൻ്റെ പേര് റസിയ. ഞാനിവിടെ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സാണ് ഞാൻ ടെക്കോളസ് ടെക്നോളജി കൊച്ചിയിൽ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ അതിന് മുമ്പ് ഒരു ഇൻഷുറൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഇതിന് മുമ്പ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചതെങ്കിലും ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ ഇടയിൽ ഒരു 9 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 9 ഇയേഴ്സ് ഗ്യാപ്പിൽ എൻ്റെ മാരീഡ് ആയിരുന്നു, പിന്നെ ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഫാമിലിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിന് പിന്നെ ബേബി ഒരു സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്ത് കരിയർ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യാമെന്ന് ആലോചിച്ചു. അതിനായിട്ടാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഞാൻ ടെക്കോളസ് കൊച്ചിനെ പറ്റി അറിയണത്. അപ്പോൾ ഞാൻ എമ്മി മാമിനെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. എമ്മി മാമിൻ്റെ സജഷൻ അനുസരിച്ചാണ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സ് എടുത്തതിനാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പൈത്തൺ ഫുൾ സ്റ്റാക്ക് കോഴ്സാണ് എടുത്തത്. ദെൻ ഇപ്പോൾ പിവിക്സ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ ട്രെയിനേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂസ്, ഫസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ബാക്കായിരുന്നു. പക്ഷേ HR സപ്പോർട്ട് കൊണ്ടിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അമിത മാം, ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. 2016 BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എനിക്കൊരു ജോബ് കിട്ടിയിരുന്നു. അപ്പോൾ അത് പക്ഷേ IT റിലേറ്റഡ് അല്ലായിരുന്നു. ബട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. ബിക്കോസ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കാരണം ഞാനത് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് മാരീഡായി, പിന്നെ ബേബി ഉണ്ടായിരുന്നു. സോ പിന്നെ IT ഫീൽഡിലോട്ട് വന്നെന്ന് എനിക്ക് അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കാരണം എനിക്ക് ഫാമിലീസിനെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ദെൻ ഞാൻ ഒരു 9 ഇയേഴ്സ് അപ്പോൾ IT ഫീൽഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദെൻ എനിക്ക് IT ഫീൽഡിൽ തന്നെ വന്നെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ടെക്കോളസ് കൊച്ചിനെ കോൺടാക്ട് ചെയ്തത്.